Hello, welcome to Joe and Joey. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. ഹെയർ ഗ്രോത്തിന് പറ്റിയിട്ടുള്ള ഒരു വാട്ടർ, അതായത് ഒരു ഹെയർ സ്പ്രേ ആണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഒരുപാട് പേര് നമ്മുടെ റോസ്മേരി കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഹെയർ വാട്ടർ ഉപയോഗിച്ച് ഗ്രോത്ത് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത് വേറെ കുറച്ച് റോസ്മേരി ഉണ്ട്, അതിൻ്റെ കൂടെ ഒന്ന് രണ്ട് സാധനങ്ങളൂടെ ചേർത്തിട്ട് കുറച്ചുകൂടെ നന്നായിട്ട് ഹെയർ ഗ്രോത്ത് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് ചെയ്യാൻ കാരണം, ഇതിനു മുമ്പ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നു പറഞ്ഞാൽ ഫ്ലാക്സീഡിൻ്റെ ജെല്ല്, അത് നന്നായിട്ട് എനിക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. പിന്നെ കാച്ചി എണ്ണ, ഞാൻ ഉപയോഗിക്കുന്നൊരു കാച്ചി എണ്ണയുണ്ട്, അത് രണ്ടും ഞാൻ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അത് രണ്ടും മാത്രമാണ് ഞാൻ മെയിൻലി ഹെയറിന് ചെയ്യാറുള്ളത്. പിന്നെ വല്ലപ്പോഴും ഒരു ഹെയർ പാക്ക് ഇടും അവക്കാഡോടെ. അപ്പോൾ ഇത്രയും ചെയ്യാറുണ്ടായിരുന്നുള്ളൂ. എനിവേ എനിക്ക് കഴിഞ്ഞ വർഷവും ഈ വർഷവും കുറേ റെസ്പിറേറ്ററി ഇഷ്യൂസ് ഉണ്ടായി കഴിഞ്ഞപ്പം ഈ ഓയിൽ ആപ്ലിക്കേഷനും ഫ്ലാക്സീഡ് ജെല്ലിൻ്റെ ആപ്ലിക്കേഷനും ഒക്കെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിട്ട് വന്നു. കാരണം ഇത് രണ്ടും കുറച്ച് നേരം നമുക്ക് തലയിൽ വെച്ച് കഴിയുമ്പോഴത്തേക്ക് തണുപ്പ് നിൽക്കും. പിന്നെ അത് കഴിയുമ്പോൾ തുമ്മലായി, തലയിൽ ഇങ്ങനെ ജലദോഷമായി, ത്രോട്ട് പെയിന് ഇങ്ങനെയൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയപ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഞാനതങ്ങ് അവോയ്ഡ് ചെയ്തു. കാരണം എനിക്ക് പറ്റുന്നില്ല. അപ്പോൾ ഒരുപാട് തലമുടി ഇങ്ങനെ അങ്ങോട്ട് ഒത്തിരി ഹെയർ ഫോൾസ് ആയി തുടങ്ങി കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മളെടുക്കുന്ന സ്റ്റീറോയിഡ്സ് ആണെങ്കിലും പിന്നെ സ്ട്രെസ്, ഉറക്കമില്ല, അസുഖങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ ഒബ്വിയസ്ലി നമുക്കൊരു ഹെയർ ഫോൾസ് ഉണ്ടാവുമല്ലോ. എനിവേ അങ്ങനെ ഒരുപാട് മുടിയൊക്കെ ഇങ്ങനെ ഒരുപാട് ലൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്കും ഞാനിങ്ങനെ ശരിക്കും വിഷമിച്ചിരുന്നപ്പോഴത്തേനാണ് എൻ്റെ വാർഡിലൊരു ഓസ്ട്രേലിയൻ, ഒരു ഇംഗ്ലീഷുകാരിയാണ്. അപ്പം അവളുടെ മുടി എപ്പോഴും നല്ല തിക്കായിട്ട് മുകളിൽ ഇങ്ങനെ കെട്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വിചാരം ഇത് ഇവള് ഹെയർ എക്സ്റ്റൻഷൻ ഇങ്ങനെ ബണ്ണോ എന്തോ വെച്ച് വെച്ചേക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് വാർഡിലൊരു ബേബി ഷവറിൻ്റെ ഒരു ഫംഗ്ഷൻ ഇവള് ഹെയർ ഒക്കെ അഴിച്ചിട്ടുണ്ട് വന്നപ്പോഴത്തേക്കും നല്ല ലെങ്തി ആയിട്ടുള്ള, പക്ഷെ ഗോൾഡൻ ഹെയർ ആണ് അവരുടേത്. അവളുടെ ഹെയർ നല്ല തിക്കുമാണ്, നല്ല ലെങ്തി ഷൈനി ഒക്കെ ആയിട്ടുള്ള ഹെയർ. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, കാരണം എനിക്കറിയാം ഇവർ ഓയിൽ അങ്ങനെ യൂസ് ചെയ്യില്ല. എപ്പോൾ നോക്കിയാലും ഇവരുടെ മുടി നന്നായിട്ട് പിന്നെ എന്താ പറന്നിങ്ങനെ കിടക്കുന്നു, അല്ലെങ്കിൽ ഇങ്ങനെ ഓയിൽ വെക്കുന്ന ഒരു രീതി നമുക്ക് കാണാം. പിന്നെ ഇവർ അതിന് വേണ്ടി അധികം ടൈം സ്പെൻഡ് ചെയ്യുന്ന കൂട്ടത്തിലും അല്ല എനിക്കറിയാം, അത്ര ഹെയറിന് വേണ്ടിയിട്ടൊന്നും. അപ്പം ഞാൻ ഇവളോട് ചോദിച്ചു, നീ എങ്ങനെയാണ് നിൻ്റെ ഹെയർ ഇത്രയും നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഇവള് പറഞ്ഞു ഇങ്ങനെ വളർന്നിങ്ങനെ നിൽക്കാനുള്ള കാരണം. അപ്പോൾ ഇവള് പറഞ്ഞു ഇവളുടെ അമ്മ പണ്ട് മുതലേ ഇങ്ങനെ, അവളുടെ അമ്മയ്ക്ക് നല്ല ഹെയർ ഉണ്ടായിരുന്നു. ഇവളെന്നെ പിക്ചേഴ്സ് കാണിച്ചു കേട്ടോ. അവർക്ക് നല്ല ഏജ്ഡാണ് ഇപ്പം, പക്ഷെ സ്റ്റിൽ നല്ല ലെങ്തി ആയിട്ടുള്ള ഹെയർ ഉണ്ട്. അത് കംപ്ലീറ്റ് വൈറ്റ് ഹെയർ ആണ്, ഇവളുടേത് ഗോൾഡൻ ഹെയറുമാണ് കേട്ടോ. എന്നിട്ട് പറഞ്ഞു ഇതുപോലെ എന്താ ഒരു റോസ്മേരി വെച്ചിട്ടുള്ളൊരു വാട്ടർ. അപ്പം ഞാൻ പറഞ്ഞു റോസ്മേരി വെച്ച് വാട്ടർ ഞാൻ കണ്ടു. അപ്പം റോസ്മേരി മാത്രമല്ല, അതിനകത്ത് നിങ്ങളുടെ ഒരു ഇന്ത്യൻ സ്പൈസസും ഞാൻ ആഡ് ചെയ്യാറുണ്ട്, നിങ്ങളുടെ ഏഷ്യൻ സ്പൈസസും ഞാൻ ആഡ് ചെയ്യാറുണ്ട്. അതാണ് നമ്മൾ വർഷങ്ങളായിട്ട് ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ഞാൻ കുഞ്ഞായിരിക്കും മുതൽ എനിക്കിത് യൂസ് ചെയ്യും വീട്ടിൽ. പിന്നെ ഞാനത് കണ്ടിന്യൂ ചെയ്തു. ഇത് ശരിക്കും എനിക്ക് വർക്കിംഗ് ആണ്, അതുകൊണ്ട് അത് മാത്രമാണ് അവൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കേട്ടോ. അവൾ ഹെയർ കളറിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ചെയ്യാറുണ്ട്, പക്ഷേ സ്റ്റിൽ ഹെയർ നന്നായിട്ട് അവളത് മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട്. ഹെയർ ഫോൾസ് ഒന്നും അധികം ഇല്ലാതെ നല്ല തിക്കായിട്ട് നല്ല ഷൈനി ആയിട്ടുള്ള ഹെയർ ആണ്. അപ്പോൾ അതിന് വേണ്ട സാധനങ്ങൾ എന്നൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എന്നാ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ റോസ്മേരി ഒരു ടീസ്പൂണാണ്, ടേബിൾ സ്പൂൺ അല്ല എടുത്തേക്കുന്നത്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കാണാം. ഞാൻ ഇത് തണലത്ത് വെച്ച് ഉണക്കി എടുത്തിട്ടാണ് ഒരു ടീസ്പൂൺ ആക്കിയിരിക്കുന്നത്. അപ്പം ഫ്രഷ് ആയിട്ടുള്ള ലീവ്സ് ആണ് കുറച്ചുകൂടെ കാണുന്നത്. ഇപ്പോൾ ഉണങ്ങിയതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ഇത്രയും ഇരിക്കുന്നത്. അപ്പം ഒരു ടീസ്പൂണ് റോസ്മേരിയുടെ ഇല. പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട നമ്മുടെ ഉലുവ, പിന്നെ അതും ഒരു ടീസ്പൂണാണ്. പിന്നെ അരിയില്ലേ, ഞാൻ എടുത്തേക്കുന്നത് നമ്മുടെ ഇഡ്ഡലി റൈസ് ആണ് കേട്ടോ, പച്ചരി. മാക്സിമം ഗ്രെയിൻഡ് ആയിട്ടുള്ള റൈസ് എടുക്കാതിരിക്കാൻ നോക്കുക, ചിലപ്പോൾ അതിൻ്റെ ആ ഗ്രെയിൻസ് ഒക്കെ നമുക്ക് ഇറിറ്റേഷൻ ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ട്. അപ്പം വൈറ്റ് റൈസ് ആയിരിക്കും ബെറ്റർ. അപ്പോൾ റൈസ് അതും ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. വാഷ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, എല്ലാം അപ്പാടെ അതുപോലെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് 6 ഗ്രാമ്പു, 6 മാത്രമേ എടുക്കാവൂ കേട്ടോ. കാരണം ഗ്രാമ്പു ചില ആൾക്കാർക്ക് റിയാക്ഷൻ ഉണ്ടാക്കും, അലർജി ഉണ്ടാക്കും. അപ്പോൾ അതുകൊണ്ട് മേക്ക് ഷുവർ ഓൺലി 6 ഗ്രാമ്പു മതി. ഒരുപാട് ഗ്രാമ്പു എടുത്തു കഴിഞ്ഞാൽ യൂസില്ല. അപ്പോൾ ഇത്രയും മതി. എല്ലാം ഒരു ടീസ്പൂൺ വെച്ച് നമ്മളുടെ ഗ്രാമ്പു 6 ഒരു ടീസ്പൂണ് ഫെനുഗ്രീക്ക് അല്ലെങ്കിൽ ഉലുവ, റൈസ് അത് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് ഒരു ടീസ്പൂണ് റോസ്മേരിയുടെ ലീവ്സ്, അത് ഡ്രൈ ആക്കിയിട്ടാണ് ഞാൻ എടുത്തത്. തണലത്ത് വെച്ചാണ് ഞാൻ ഉണക്കി എടുത്തത് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ഇത് ബോയിൽ ചെയ്യാനായിട്ട് ഒബ്വിയസ്ലി ഒരു നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു പാത്രം, കണ്ടെയ്നർ എടുക്കുക. അതിൽ 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ എടുക്കുന്നത്. ഇത്രയും ഇൻഗ്രീഡിയൻസിന് 2 ഗ്ലാസ് വെള്ളം. എന്നിട്ടത് തിളപ്പിച്ച് വറ്റിച്ച്
1 ഗ്ലാസ് ആക്കും. തിളപ്പിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ഹീറ്റിൽ വെച്ച് ഒരു കാരണവശാലും തിളപ്പിക്കരുത്. പെട്ടെന്ന് ഇതങ്ങ് തിളച്ച് കിട്ടും. അതിനകത്തുള്ള എല്ലാ അതിൻ്റെ ഫ്ലേവേഴ്സും നന്നായിട്ടൊന്ന് ഇറങ്ങി വരാനുള്ള സമയം കൊടുത്ത് മീഡിയം ഹീറ്റിൽ വെച്ചിട്ട് വേണം നമ്മളിത് തിളപ്പിച്ചെടുക്കാനായിട്ട്. പിന്നെ ഇങ്ങനെ ഒരു കണ്ടെയ്നർ, അതായത് ഒരു ഹെയർ സ്പ്രേക്ക് വേണ്ടി നിങ്ങളുടെ കയ്യിലുള്ള എന്നായാലും വേണേൽ ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മളൊരു ഇങ്ങനെ അരിച്ചെടുക്കാനായിട്ടുള്ള അരിപ്പ് പോലെ എന്തെങ്കിലും ഒരു സാധനങ്ങൾ എടുക്കാം. അപ്പോൾ നമുക്ക് നേരെ ഇതിൻ്റെ പ്രിപ്പറേഷനിലോട്ട് പോകാം. അന്നേരം ആദ്യം നമ്മുടെ റോസ്മേരി ഇട്ടു, പിന്നെ റൈസ്, പിന്നെ 1 ടീസ്പൂൺ ഉലുവ, പിന്നെ 6 ഗ്രാമ്പു ക്ലോസ്. ഓക്കെ. പിന്നെ ഇതിനകത്ത് ഞാൻ ഒഴിക്കാൻ പോകുന്നത് 2 ഗ്ലാസ് വെള്ളമാണ്. അപ്പം ഞാൻ വെള്ളം എടുത്തുകൊണ്ട് വരട്ടെ. ഇത് 1 ഗ്ലാസ് വെള്ളം, രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം. ഇത് ഞാൻ തിളപ്പിക്കുന്ന സമയത്ത് ശരിക്കും ഇതിൽ ഓരോന്നിൻ്റെയും ബെനിഫിറ്റ്സ് അതായത് അതിൻ്റെ എന്ത് കാര്യമാണ് നമ്മുടെ ഹെയർ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ ഹെയർ തിക്കായിട്ട് വളരുന്നത്, അല്ലെങ്കിൽ പിന്നെ ഹെയർ ഫോൾ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യുന്നതെന്നുള്ളത് പറയാം. ഓക്കെ. അപ്പോൾ നമുക്ക് നേരെ ഇതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് പോകാം. റോസ്മേരി, ഉലുവ, റൈസ്, പിന്നെ ക്ലോസ് അതായത് ഗ്രാമ്പു, ഇതെല്ലാം കൂടെ ഒരുമിച്ച് സ്റ്റൗവിൽ വെച്ച് മീഡിയം ഹീറ്റിൽ തിളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മൾ അതായത് 1 ഗ്ലാസ് സാധനം വരെ നന്നായിട്ട് മീഡിയം ഹീറ്റിലിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അന്നേരം ഉലുവ നമുക്കെല്ലാം അറിയാം, പണ്ട് മുതലേ നമ്മൾ പ്രത്യേകിച്ചും ഇന്ത്യൻസ് ഒരുപാട് ഓയിലൊക്കെ ഉണ്ടാക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ്. പിന്നെ വെള്ളത്തിലിട്ട് അരച്ചൊക്കെ തലയിൽ തേക്കാറുണ്ട്. അതെന്നതിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലയിൽ താരനോ ഡ്രൈ സ്കാൽപ്പോ ഇച്ചി സ്കാൽപ്പോ ഇറിറ്റേറ്റഡ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഇറിറ്റേഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൾസിനൊരു പ്രൊട്ടക്ഷൻ കൊടുക്കും, അതായത് ഊരിപ്പോകാതിരിക്കാനായിട്ട്. പിന്നെ റോസ്മേരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, ആൻഡ് ഓൾസോ പിന്നെ ആൻറ്റി ഫംഗൽ എഫക്റ്റ് ഉണ്ട്. ഒരുപാട് കാര്യം പറഞ്ഞ പോലെ തന്നെ അതാണ് പിന്നെ റോസ്മേരിയുടെ ഒരു ബെനിഫിറ്റ് ഹെയറിനെന്ന് പറഞ്ഞാൽ. പിന്നെ നമ്മുടെ റൈസ്. ഓക്കെ, റൈസാണ് ഏറ്റവും എനിക്ക് തോന്നുന്നു നന്നായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. അതിനൊരു പിന്നെ ഒരു ഇലാസ്റ്റിസിറ്റി, നമ്മുടെ ഈ ഹെയറിൻ്റെയൊക്കെ ഒരു ഇലാസ്റ്റിസിറ്റി കളയാതെ, അതായത് പൊട്ടിപ്പോകാതെ. ചിലർ ഹെയർ കണ്ടില്ലേ പെട്ടെന്ന് അങ്ങ് തിന്നായിട്ട് പൊട്ടിപ്പോവും. പിന്നെ സ്പ്ലിറ്റൻസ് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റിയൊരു സാധനമാണ് റൈസ് എന്ന് പറയുന്നത്. ഈ കൊറിയൻ സ്കിന്നൊക്കെ വേണ്ടിയിട്ട് നല്ല ഫേസൊക്കെ നല്ല ഷൈനി ആയിട്ടൊക്കെ ഇരിക്കാനായിട്ട് ആൾക്കാർ ഈ റൈസ് ഉപയോഗിക്കാറില്ലേ. അപ്പം അതാണ് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് റൈസിൻ്റെ. പിന്നെ നമ്മുടെ ഗ്രാമ്പൂവിനും ഈ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഹെയറിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒരുപാടുണ്ട്. പിന്നെ അതിൻ്റെ ഒരു ആൻറ്റി ഫംഗൽ എഫക്റ്റും എഗെയിൻ ഇതുപോലെ തന്നെ ഈ ഉലുവയുടെയും റോസ്മേരിയുടെയും പോലെ തന്നെ ക്ലോസിൻ്റെ ഒരു ആൻറ്റി ഫംഗൽ എഫക്റ്റ്. അതായത് ഹെയറിൽ നമ്മളിപ്പം ഡ്രൈ ആയി, ഇച്ചിയായി, ഇറിറ്റേറ്റഡ് ആയിട്ട്, ഡാൻഡ്രഫ് അല്ലെങ്കിൽ ഡ്രൈ ഇങ്ങനെ ഫ്ലേക്കി ആയിട്ട് പോവുക, ഇങ്ങനെയൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ ഹെയർ ഫോൾസ് ഉണ്ടാകും. അപ്പോൾ ഇതൊക്കെ ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും സർക്കുലേഷൻ കുറവായിരിക്കും, സ്കാൽപ്പ് ഇങ്ങനെ ഒരുമാതിരി അങ്ങ് ഡെഡായ പോലെ ഇരിക്കുമായിരിക്കും. അപ്പം ഹെയർ ഗ്രോത്ത് കുറയുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് മാറ്റാൻ പറ്റിയാൽ തന്നെ നമ്മുടെ ഹെയർ ഗ്രോത്ത് ശരിക്കും കൂടും. അങ്ങനെയാണ് ഈ സാധനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമുക്ക് തിളയ്ക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് തിളച്ച് പിന്നെ ഹാഫ് ആകുമ്പോഴത്തേക്കും ഞാനിത് ഫിൽട്ടർ ചെയ്ത് സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ചു വയ്ക്കാം. ഇനി ഞാൻ തിളയ്ക്കുന്ന സമയം കുറച്ച് കാര്യങ്ങളുടെ പറയാനുള്ളത്. വേണമെങ്കിൽ നമുക്കിത് രാത്രിയിൽ തലയിൽ ഇങ്ങനെ ഒരുപാട് പേര് തലയിൽ ഈ എസ്പെഷ്യലി സ്കാൽപ്പിലാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ, ഹെയറിലല്ല. സ്കാൽപ്പിൽ യൂസ് ചെയ്യാനാണോ ഈ വാട്ടർ ഹെയർ സ്പ്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കാൽപ്പ് ഇങ്ങനെ നമ്മൾ വകന്നെടുത്തിട്ട് സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്നാ ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് നല്ല വൈഡായിട്ടുള്ള പല്ലുള്ള ഇതില്ലേ, ചീപ്പില്ലേ, അതെടുത്തിട്ട് ഒന്ന് ചീകി കൊടുക്കുക. അപ്പോൾ അത് നല്ലതായിട്ട് എല്ലായിടത്തും പിടിക്കും. അതിന് വേണ്ടിയിട്ട് അപ്പം ചൂടായിട്ടല്ല ഉപയോഗിക്കേണ്ടത്, തണുത്തിട്ട് വേണം ഉപയോഗിക്കാനായിട്ട്. ഇപ്പോൾ സ്ട്രെയിറ്റ് എടുത്ത് തലയിലേക്കൊരു ചൂടെടുത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് ഓപ്പോസിറ്റ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാകുക. പിന്നെ ഇത് യൂസ് ചെയ്തിട്ട് ആർക്കെങ്കിലും ഏതെങ്കിലും രീതിയിൽ പിന്നെ എന്തെങ്കിലും സ്വെല്ലിങ്ങോ അല്ലെങ്കിൽ ഇച്ചിനെസ്സോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിലൊരു റിയാക്ഷൻ നിങ്ങൾ കാണുവാണെങ്കിൽ ഉടനെ സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് അത് നിങ്ങൾക്ക് അലർജിക്കാണ്, അതുകൊണ്ട് കണ്ടിന്യൂ ചെയ്യരുത്. ചിലർക്ക് ആദ്യം യൂസ് ചെയ്യുന്ന ഒരു ഫസ്റ്റ് 1 വീക്കൊക്കെ ചിലപ്പം
ഹെയർ ഫോൾസ് ഉണ്ടാകാറുണ്ട്. പക്ഷേ മോർ ദാൻ 1 വീക്ക് കഴിഞ്ഞിട്ടും ഇത് ഹെയർ ഫോൾസ് വീണ്ടും ഒത്തിരി മുടി കൊഴിയുന്നു തോന്നുവാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. അതായത് നിങ്ങളുടെ ഹെയറിന് ഇത് സ്യൂട്ടബിൾ അല്ല. പക്ഷേ എങ്കിൽ ആ 1 വീക്ക് കഴിയുമ്പോഴത്തേക്കും സ്ലോ ഡൗൺ ചെയ്തു, അതായത് നമ്മുടെ ഹെയർ അത് അക്സെപ്റ്റ് ചെയ്ത് അഡാപ്റ്റ് ചെയ്ത് തുടങ്ങിയെന്നുണ്ടെങ്കിൽ അതിനർത്ഥം നിങ്ങൾക്ക് ഇത് ഓക്കെ ആണെന്നാണ്. അപ്പം നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. എവറി ഡേ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനാണെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം അല്ലെ ചിലപ്പോൾ 2, ഡിപ്പെൻസ് ഓൺ എനിക്ക് ടൈം കിട്ടുന്നതനുസരിച്ചാണ് ഞാൻ ചെയ്യുന്നത്. ഇനിയും എവറി ഡേ ഒക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കൂടുതൽ ബെനിഫിറ്റ്സ് ഒന്നും ഉണ്ടാകത്തില്ല. പിന്നെ ഇത് വെള്ളമൊക്കെ താന്നിരുന്ന് വല്ലോ പനിയൊക്കെ പിടിക്കത്തേ ഉള്ളൂ. നൈറ്റിൽ ഒരുപാട് പേര് നൈറ്റിൽ സ്പ്രേ ചെയ്തിട്ട് കിടക്കാറുണ്ട്. ഞാൻ ഉച്ചയ്ക്കാണ് ചെയ്യുന്നത്. എഗെയിൻ എനിക്ക് ത്രോട്ടിനായാലും ചെസ്റ്റിനായാലും ഒക്കെ പെട്ടെന്ന് ഇൻഫെക്ഷനൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് അതായത് ഒന്ന് പെട്ടെന്ന് അങ്ങ് അബ്സോർബ് ചെയ്യട്ടെന്നുള്ള രീതിയിൽ അത് അതിന് തലയിൽ ഇങ്ങനെ വെച്ചിരിക്കത്തില്ല ഞാൻ അധികം നേരം. അതായത് ഓവർനൈറ്റ് യൂസ് ചെയ്യാറില്ല. ഉച്ചയ്ക്കാണ് ഞാൻ മിക്കപ്പോഴും യൂസ് ചെയ്യുന്നത്. നല്ലതായിട്ട് എല്ലാം തേച്ച് പിടിപ്പിച്ചിട്ട് നല്ലൊരു നല്ലതായിട്ട് ടീത്തൊക്കെ ഉള്ള ഒരു പല്ലുള്ളൊരു ചീപ്പ് കൊണ്ട് നമ്മൾ ചീകി മുടിപിഴിലോട്ട് കെട്ടി വെച്ചിട്ട് ഹെയർ വാഷ് ചെയ്യരുത്. പിന്നെ ഇത് യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഹെയർ നല്ല ക്ലീൻ ആയിരിക്കണം. ഒത്തിരി ഡേർട്ടി ആയിട്ടുള്ള കുറേ ആഴ്ചയായി വാഷൊക്കെ ചെയ്തവരോ അല്ലെങ്കിൽ തല ഷാമ്പൂ ചെയ്യാത്തവരോ ഒക്കെ ആയിട്ടുള്ളവരുടെ ഹെയർ സ്റ്റിക്കി ആയിട്ടുള്ള ഹെയറിലോട്ടല്ല ഇത് തേക്കേണ്ടത്. നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിലോട്ട് വേണം നമ്മളിത് തേച്ച് കൊടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിലോട്ട് വീക്ക്ലി 2 യൂസ് ചെയ്താൽ നല്ലതാണ്. അതിൽ കൂടുതൽ വേണ്ടവർക്ക് ഉപയോഗിക്കാം, പക്ഷേ എങ്കിൽ 2 മതി. പിന്നെ അത് കഴിഞ്ഞ് വാഷ് ചെയ്ത് കളയരുത്. നൈറ്റിൽ യൂസ് ചെയ്യണമെങ്കിൽ അപ്പോൾ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് യൂസ് ചെയ്യുക. അപ്പം ഇതാണ് നമ്മുടെ ഈ ഒരു ജെല്ല്. ഇതൊരു യെല്ലോയിഷ് കളറായിട്ട് വരും. സാധാരണ നമ്മുടെ റോസ്മേരിയുടെ ഇച്ചിരി റെഡ് കളറല്ലേ, ഇത് ഇച്ചിരി യെല്ലോയിഷ് കളർ. കാരണം നമ്മുടെ റൈസും പിന്നെ ഫെനുഗ്രീക്കും കൂടെ ഉള്ളതുകൊണ്ട് അതിനൊരു യെല്ലോയിഷ് കളറായിരിക്കും, മോർ ബ്രൗണിഷ് യെല്ലോയിഷ് കളറായിരിക്കും വരുന്നത്. ഫ്രിഡ്ജിൽ ഒരാഴ്ച കൂടുതൽ ഇത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് ചീത്തയാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ചീത്തയായിട്ട് തലയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അഗെയിൻ തലമുടി കൊഴിയത്തതേ ഉള്ളൂ. അതുകൊണ്ട് യാതൊരു കാരണവശാലും മോർ ദാൻ എ വീക്കിലേക്ക് പ്രിപ്പയർ ചെയ്ത് വെക്കരുത്. അപ്പോൾ ഒരു ഗ്ലാസ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 2 ഗ്ലാസ് വെള്ളത്തിൽ 1 ഗ്ലാസ് ആയിട്ട് ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് നമുക്ക് യൂസ് ചെയ്യാനുള്ള ഉണ്ടാക്കി. പിന്നെ ഡിപ്പെൻസ് ഒത്തിരി ആൾക്കാർ വീട്ടിലുള്ളവർക്ക് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അഗെയിൻ 2-3 ദിവസം കൂടുമ്പോൾ ഉണ്ടാക്കുക, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെയും ഇതിൻ്റെയൊക്കെ എമൗണ്ട് കൂട്ടുക. അപ്പോൾ ഇതൊന്ന് ബോയിൽ ചെയ്യാനായിട്ട് നന്നായിട്ടൊന്ന് തിളച്ച് ഞാൻ ആക്ച്വലി ഒരു 1/2 മണിക്കൂറോളം ഇത് ഇങ്ങനെ തന്നെ വെക്കും, ഒരു ചെറിയ ഹീറ്റിലിട്ട്. അതിൽ കൂടുതലില്ല കേട്ടോ. അത് അപ്പോഴത്തേക്ക് ഒരുമാതിരി ഇത് നല്ലതായിട്ട് നമുക്ക് ആ സ്മെല്ലൊക്കെ വന്നു തുടങ്ങും, നന്നായിട്ട് നമുക്ക് കാണാതൊക്കെ നല്ല വെന്തിരിക്കുന്നതായിട്ട്. അപ്പം നമുക്കിതൊന്ന് ശരിയായിട്ട് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇത്രയും നേരം തിളപ്പിച്ച് 2 ഗ്ലാസ് വെള്ളം വറ്റിച്ച് 1 ഗ്ലാസ് ആക്കി കൊണ്ടുവന്നിരിക്കുന്ന നമ്മുടെ ഹെയർ സ്പ്രേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ആ വാട്ടർ. അപ്പോൾ ഇത് 1/2 മണിക്കൂർ തിളപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ് 1/2 മണിക്കൂർ അതൊന്ന് തണുക്കാൻ വെക്കണം കേട്ടോ. അപ്പോഴത്തേക്ക് അതിനകത്തുള്ള എല്ലാ പിന്നെന്തുവാ പറഞ്ഞത്, നമ്മൾ സത്തിറങ്ങാന്ന് പറയത്തില്ലേ, ആ സംഭവം കാണുന്ന കഴിഞ്ഞിരിക്കും. നല്ല കളറും ആയിരിക്കും, ഒരു ബ്രൗൺ കളറാണ്. ഇനി ഞാനിത് ആദ്യം ഉണ്ടല്ലോ ഒരു കപ്പിലോട്ട് ആദ്യം അരിച്ചൊഴിച്ചിട്ട് ഞാൻ ഹെയർ സ്പ്രേയറിലോട്ട് ഒഴിക്കുന്നുള്ളൂ കേട്ടോ, ജസ്റ്റ് താഴെ പോകാതൊക്കെ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനിതൊന്ന് അരിച്ചെടുക്കാമേ. ഞാൻ നിങ്ങളൊരു കൂട്ടം കാണിക്കും. ഇത് കണ്ടോ, നമ്മുടെ ഉലുവായും പിന്നെ എന്നാ പറയണ്ടേ, അരിയൊക്കെ വെന്ത് നല്ല ചോറായിട്ടുണ്ട്. ഈ പരുവാകുമ്പോഴത്തേക്ക് ഇത് ഓഫ് ചെയ്യുക. ഇനി ഈ ബോട്ടിലോട്ട് ഞാനിത് ഒഴിച്ചു വെക്കാൻ പോവാം. ഇത് കുറച്ച് വലിയ ബോട്ടിലാണ് കേട്ടോ സത്യം പറഞ്ഞാൽ. അപ്പോൾ ഞാനിത് അരിച്ചെടുത്ത് ഇത്രയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ നല്ല ക്ലീൻ ആയിട്ടുള്ള സ്കാൽപ്പിലോട്ട് താഴോട്ടല്ല ഒഴിക്കണ്ട കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇച്ചിരി പ്രയാസമായതുകൊണ്ട് ഞാൻ നമ്മുടെ ഇതിങ്ങനെ അങ്ങോട്ട് ഒഴിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ അങ്ങനെ വകുത്ത് മൊത്തം തലയിൽ നന്നായിട്ട് തേച്ച് പിടിക്കുക. ഒരുപാട് അങ്ങ് ഒഴിച്ചങ്ങ് പിന്നെ ഒഴുകുന്ന രീതിയിലാവരുത്. ജസ്റ്റ് നല്ലതായിട്ട് സ്പ്രേ ഉള്ളതാണെങ്കിൽ വൃത്തിയായിട്ട് അത് സ്പ്രേഡ് ആയിട്ടിരിക്കും. എന്നിട്ട് ഞാൻ പറഞ്ഞതുപോലെ നല്ല പല്ലകൽച്ചയുള്ളൊരു ചീപ്പ് വെച്ചിട്ട് ചീകി നന്നായിട്ട് കെട്ടി മുകളിലോട്ട് വെക്കുക മുടിയെ. അത് വേണ്ടത് കഴുകി കളയൊന്നും വേണ്ട, അതങ്ങ് ഡ്രൈ ആയി അങ്ങ് പൊക്കോളും. പിന്നെ ആസ് യൂഷ്വൽ അത് നമ്മുടെ ഒരു വീട്ടിൽ നിൽക്കുന്ന ദിവസമൊക്കെ ചെയ്യുവാണെങ്കിൽ ഇതിങ്ങനെ നനച്ച് ഇട്ട് പെട്ടെന്ന് നമുക്ക് എങ്ങോട്ടെങ്കിലും പോകേണ്ടി വന്നു കഴിഞ്ഞാൽ വെറ്റായിട്ടിരിക്കത്തില്ല. അപ്പം അല്ലെങ്കിൽ നമ്മളത് ചിലപ്പോൾ അതങ്ങ് ഡ്രൈ ആക്കേണ്ടി വരും. അപ്പോൾ വീട്ടിലൊക്കെ നിൽക്കുന്ന ദിവസം ടൈമുള്ളപ്പോൾ അത് ചെയ്യുക. പിന്നെ നിങ്ങൾ ചെയ്ത് നോക്കുക, ശരിക്കും റിസൾട്ട് ഉണ്ടാകും. പിന്നെ ഒരു കാര്യം പ്രത്യേകം ഓർക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും റിയാക്ഷനോ ഇച്ചിനെസ്സോ പിന്നെ ത്രോട്ട് സ്വെല്ലിങ് ലൈക്ക് എന്തെങ്കിലും അനഫലാക്സിസ് റിയാക്ഷൻ എനിത്തിങ് നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ
അപ്പോൾ തന്നെ അതിൻ്റെ യൂസ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് എല്ലാം കൂട്ടി ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ഏതാണ് നമുക്കിതിൻ്റെ പിന്നെ നമുക്ക് അലർജി ആയിട്ട് വന്നതെന്ന് അറിയാൻ മേലാതാവും. കാരണം ഒബ്വിയസ്ലി നമ്മളെല്ലാവരും ഉലുവ തേച്ചിട്ടുള്ളവരായിരിക്കും. പിന്നെ മറ്റുള്ള 3 സാധനങ്ങളിൽ ഏതാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇനിയിപ്പം മറ്റേ എന്താ പറയേണ്ടത്, റോസ്മേരി വാട്ടർ ഉപയോഗിച്ചിട്ടുള്ളവരാണെങ്കിൽ അതും അല്ല എന്നറിയാം. പിന്നെ എന്നാ ഒന്നുകിൽ ഗ്രാമ്പൂ അല്ലെങ്കിൽ റൈസ് ആയിരിക്കും. റൈസ് യൂഷ്വലി അങ്ങനെ അലർജി ഉണ്ടാവാറില്ല ആർക്കും. അപ്പം കൂടുതലായിട്ടും ഗ്രാമ്പൂ അല്ലെങ്കിൽ ഉലുവയാണ് റിയാക്ഷൻസ് ഒക്കെ ഉണ്ടാവാറുള്ളത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലമുടിക്ക് ഇപ്പം ഈ പറഞ്ഞ ഒരാഴ്ച കഴിഞ്ഞിട്ട് മുടി ഒരുപാട് കൊഴിഞ്ഞു പോകുന്നുണ്ടെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുക. നമ്മുടെ പിന്നെ തലമുടി അത് അഡാപ്റ്റ് ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ പക്ഷെ ചിലപ്പോൾ ഒരു വീക്കിൽ ചെറുതായിട്ടൊരു ഹെയർ ലോസ് ഒക്കെ കാണും. പിന്നെ അതങ്ങ് ഗ്രാജുവലി കുറഞ്ഞു വന്നിട്ട് പിന്നെ നന്നായിട്ട് പെട്ടെന്നൊരു പിന്നെ ഒരു ഔട്ട്കം നിങ്ങൾ പ്രതീക്ഷിക്കരുത് കേട്ടോ. കാരണം ഞാൻ ഓൾമോസ്റ്റ് ഒരു 2-3 months ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് കുഞ്ഞു മുടികൾ ഇവിടെ എല്ലാം കിളിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ തിക്നെസ് കൂടി, പൊട്ടുന്നത് കുറഞ്ഞു, മുടിയുടെ സ്ട്രെങ്ത് നന്നായി വന്നു. പിന്നെ എന്താ പറയേണ്ടത്, കുറച്ചുകൂടെ ഷൈനി ആയി. അതൊക്കെയാണ് മെയിനായിട്ടുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ ഒത്തിരി ഹെയറിന് ഒത്തിരി ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്തുമാത്രം എഫക്റ്റീവ് ആവുമെന്ന് എനിക്കറിയില്ല. കാരണം ഞാൻ ഹെയറിൽ ഒരു ട്രീറ്റ്മെൻറ്റും ചെയ്യാത്ത ആളായതുകൊണ്ട് എനിക്ക് അതിന് ഗ്യാരണ്ടി പറയാൻ പറ്റില്ല. എനിവേ നോർമൽ വീട്ടമ്മമാർക്ക് നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. പിന്നെ റോസ്മേരി ഇപ്പോൾ എല്ലായിടത്തും വാങ്ങിക്കാൻ കിട്ടും. ചെറിയൊരു തണ്ട് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിന്നെ നമുക്ക് വളർത്തിയെടുക്കുകയും ചെയ്യാം. പിന്നെ റോസ്മേരിക്കാണെങ്കിൽ നമുക്ക് കറികളിലും നമുക്ക് റോസ്റ്റ് ചെയ്യുമ്പോഴും ഒക്കെ ഇടാവുന്നതുമാണ്. അതുകൊണ്ട് ഒരു റോസ്മേരി ഒരു പ്ലാന്റ് വീട്ടിൽ വളർത്തുന്നതുകൊണ്ടൊരു കുഴപ്പമില്ല. അല്ലെങ്കിൽ നമുക്കിങ്ങനെ വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.